നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം എന്ന പഠന പരമ്പരയിലെ 10ാമത്തെ ക്ലാസ്സാണ് ഇത്. 1-ാം അധ്യായം 7-ാം വാക്യത്തെ ആധാരമാക്കി മേഘാരൂഢനായി വരുന്ന യേശു ക്രിസ്തു എന്ന വിഷയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യമായി കേൾക്കുന്നവർ കഴിഞ്ഞ ക്ലാസ് കേൾക്കുക. അപ്പോൾ കുറച്ച് അതിൻ്റെ ചിത്രം, അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാകും. അതിൻ്റെ 2ാം ഭാഗമാണ് ഇത്. യേശു ക്രിസ്തുവിൻ്റെ മേഘാരൂഢനായി വരുന്ന വരവ് തൻ്റെ 2ാം വരവല്ല എന്നും അത് താൻ രാജാവായിരിക്കുന്നത് സമ്മതമല്ലാതിരുന്ന യഹൂദന്മാരെ ന്യായം വിധിക്കുവാനുള്ള 1-ാം നൂറ്റാണ്ടിലെ വരവായിരുന്നു എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ തെളിയിച്ചതാണ്. ഇനി അതിൻ്റെ അർത്ഥം അധികം സ്പഷ്ടമാക്കുവാൻ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 13-14 വാക്യങ്ങളെയും സുവിശേഷങ്ങളിലുള്ള 4 സമാന്തര വചനങ്ങളെയും പഠന വിധേയമാക്കുകയാണ് ഇന്ന്. ആദ്യമായിട്ട് ദാനിയേൽ 7-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവൻ്റെ അടുക്കൽ അടുത്ത് വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവൻ്റെ രാജത്വം നശിച്ചു പോകാത്തതും ആകുന്നു. 13-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് വായിക്കുന്നത് രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു എന്നാണ്. ആരാണ് ഈ മനുഷ്യപുത്രനോട് സദൃശനായവൻ? ക്രിസ്തു തന്നെ. യേശു ക്രിസ്തുവാണ് ദാനിയേൽ 7:13 മനുഷ്യപുത്രൻ എന്ന് സ്വയം പല പ്രാവശ്യം സൂചിപ്പിച്ച് സംസാരിച്ചിട്ടുണ്ട്. തൻ്റെ ശുശ്രൂഷ കാലയളവിൽ സ്വയം മനുഷ്യപുത്രൻ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ ദാനിയേൽ 7-ാം അധ്യായം 13-ാം വാക്യത്തിലെ മനുഷ്യപുത്രനാണ് താൻ എന്നാണ് സൂചിപ്പിച്ചത്. ആകയാൽ ദാനിയേൽ 7:13 മനുഷ്യപുത്രൻ യേശു ക്രിസ്തു ആണെന്ന് ഞാൻ ഇനി അധികം പറയേണ്ട കാര്യം ഇല്ല. മത്തായി 26-ാം അധ്യായം 63-ാം വാക്യത്തിൽ മഹാപുരോഹിതൻ ഇപ്രകാരം ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക എന്ന് ദൈവനാമത്തിൽ ആണയിട്ട് ചോദിക്കുകയാണ് താൻ. അതിന് യേശു മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും എന്ന് മറുപടി നൽകുകയുണ്ടായി. 26-ാം അധ്യായം 64-ാം വാക്യം. താൻ ദാനിയേൽ 7:13 ആകാശമേഘങ്ങളോടെ വരുന്നതായി കാണപ്പെട്ട അതേ മനുഷ്യപുത്രനാണ് എന്നാണ് യേശു അന്നേരം സൂചിപ്പിച്ച് പറഞ്ഞത്. 13-ാം വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ആരാണ് 13-ാം വാക്യത്തിലെ വന്യ വയോധികൻ? ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ പിതാവാണ് ആ വന്യ വയോധികൻ. യേശു എങ്ങനെയാണ് പിതാവിൻ്റെ അടുക്കൽ വന്നത്? ആകാശമേഘങ്ങളെ വാഹനമാക്കി. മേഘാരൂഢനായി എന്ന പദത്തിൻ്റെ അർത്ഥവും അത് തന്നെയാണ്. എന്തിനാണ് ക്രിസ്തു ആകാശമേഘങ്ങളോടെ വന്നതും പിതാവിൻ്റെ അടുക്കൽ ചെന്നതും? 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണുന്നത് സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു എന്നാണ്. അതുകൊണ്ട് സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും യേശു ക്രിസ്തുവിനെ സേവിക്കേണ്ടതിന്, അവിടുത്തേക്ക് ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിക്കേണ്ടതിനാണ് ക്രിസ്തു ആകാശമേഘങ്ങളോടെ വന്നതും പിതാവിൻ്റെ അടുക്കൽ ചെന്നതും. ആ കാലത്ത് രാജഭരണം നിലനിന്നിരുന്നു. ദാനിയേൽ നെബൂഖദ്നേസറിനോട് പറഞ്ഞത് നമുക്ക് ഓർക്കാം. രാജാവേ, തിരുമനസ്സുകൊണ്ട് രാജാതി രാജാവാകുന്നു. 2-ാം അധ്യായം 37-ാം വാക്യം. അതിൻ്റെ അർത്ഥം നെബൂഖദ്നേസറിന്റെ അധീനതയിൽ വേറെ രാജാക്കന്മാരുണ്ടായിരുന്നു എന്നാണ്. തൻ്റെ മീതെ രാജാവായ ദൈവം തനിക്ക് ബോധിച്ചതുപോലെ നെബൂഖദ്നേസറിന് രാജാധികാരം നൽകി. അതുപോലെ തനിക്ക് ബോധിച്ചവർക്ക് രാജാവായി വാഴുവാനുള്ള അധികാരം രാജാതി രാജാവായ നെബൂഖദ്നേസർ നൽകിപ്പോന്നു. ഇത് കർത്താവായ യേശു ക്രിസ്തു വന്ന ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. റോമിലെ ചക്രവർത്തിമാർ വിവിധ നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും ആധിപത്യം നൽകി പോന്നിരുന്നു എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്.
ജോസിഫസിൻ്റേത് പോലെയുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ ഇത് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദാനിയേൽ 4:25 നാം വായിക്കുന്നത്, മനുഷ്യരുടെ രാജത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുമെന്നാണ്. അതനുസരിച്ച് ആ കാലത്ത് രാജാധികാരം നെബൂഖദ്നേസറിന് കൊടുക്കുവാൻ ദൈവത്തിന് ബോധിച്ചു. സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു എന്ന് 2:37 ദാനിയേൽ പറയുന്നത് പോലെ തന്നെ. അതുപോലെ രാജത്വം പ്രാപിക്കുവാനാണ് ദൈവപുത്രനായ ക്രിസ്തു പിതാവിൻ്റെ അടുക്കൽ ആകാശ മേഘങ്ങളെ വാഹനമാക്കി വന്നത്. ഈ രാജത്വം പിതാവ് പുത്രന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. സങ്കീർത്തനം 2 അതിൻ്റെ 8-9 വാക്യങ്ങളിൽ പിതാവ് പുത്രനോട് പറയുന്നത് ശ്രദ്ധിക്കുക. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ഈ വാഗ്ദത്തം പ്രാപിക്കേണ്ടതിനാണ് ക്രിസ്തു പിതാവിൻ്റെ അടുക്കൽ വന്നത്. അപ്പോൾ പിതാവ് എന്തു പറഞ്ഞു? രാജത്വം നൽകിക്കൊണ്ട് പിതാവ് പുത്രനോട് പറഞ്ഞത് സങ്കീർത്തനം 110:1-2 വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തു ഭാഗത്തിരിക്കുക. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും, നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. അപ്പോൾ മനുഷ്യപുത്രന് എന്ത് ലഭിച്ചു? സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും തന്നെ സേവിക്കേണ്ടതിന് തനിക്ക് ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. ആകയാൽ ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അടുത്തതായിട്ട് നാം ചിന്തിക്കുവാൻ പോകുന്നത് മത്തായി 26:64 അർത്ഥമാണ്. ആകയാൽ മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും എന്ന് യേശുക്രിസ്തു മത്തായി 26:64 പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് ദാനിയേൽ 7:14 പ്രവചിച്ച് പറഞ്ഞിരിക്കുന്ന പ്രകാരം സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും ക്രിസ്തുവായ തന്നെ സേവിക്കേണ്ടതിന് തനിക്ക് ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിക്കുന്നു എന്നും അതിനുശേഷം മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് അവർ കാണും എന്നുമാണ്. അവിടുന്ന് വരുന്നത് അവർ കാണും എന്ന് താൻ വളരെ സ്പഷ്ടമായിട്ട് പ്രസ്താവിച്ചു. അപ്പോൾ അപ്രകാരം കർത്താവ് ഈ കാലത്ത് രാജാവായിരിക്കുന്നു എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ യേശു ക്രിസ്തു താൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും തന്നെ സേവിക്കേണ്ടതിന് തനിക്ക് ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇനി കർത്താവ് മേഘാരൂഢനായിട്ട് വരുന്ന ആ വരവിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് അല്പം ചിന്തിക്കാം. അതിൻ്റെ പ്രാധാന്യം ഇതാണ്: രാജത്വം പ്രാപിച്ചു കഴിയുമ്പോൾ തൻ്റെ രാജത്വത്തെ അംഗീകരിക്കാത്തവരെ ഇരുമ്പുകോൽ കൊണ്ട് തകർക്കുവാൻ, കുശവന്റെ പാത്രം പോലെ ഉടയ്ക്കുവാൻ അവിടത്തേക്ക് അന്ന് അധികാരമുണ്ടായിരിക്കും. തൻ്റെ രാജത്വത്തെ അംഗീകരിക്കാതെ തന്നെ തള്ളി കളഞ്ഞ് കൊല്ലുവാൻ ശ്രമിക്കുന്നവരുടെ മുഖത്ത് നോക്കി മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും എന്ന് പറഞ്ഞത് അവർക്ക് നൽകിയ വലിയൊരു മുന്നറിയിപ്പായിരുന്നു. ഈ പ്രതികാര നടപടിയെക്കുറിച്ച് ഉള്ള മുന്നറിയിപ്പ് സുവിശേഷങ്ങളിൽ വേറെയും സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 19:12 കുലീനനായൊരു മനുഷ്യൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരേണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അതിൻ്റെ 14 അവൻ്റെ പൗരന്മാരോ അവനെ പകച്ച് അവൻ്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ്റെ പൗരന്മാർ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന യഹൂദന്മാരാണ്. കുലീനനായ മനുഷ്യൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. രാജത്വം പ്രാപിച്ച് മടങ്ങി വരേണം എന്നുള്ളതിനെയാണ് നാം ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 13-14 വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയത്. അവിടെ രാജത്വം പ്രാപിക്കുവാനായിട്ടാണ് പിതാവിൻ്റെ സന്നിധാനത്തിലേക്ക് കടന്നു ചെന്നത്. അപ്പോൾ കുലീനനായ ഒരു മനുഷ്യൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരേണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അപ്പോൾ കർത്താവ് രാജത്വം പ്രാപിച്ച് മടങ്ങി വരുന്ന ഒരു സമയം, അതിനിടയ്ക്ക് ഒരല്പം സമയമുണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് യഹൂദന്മാർക്ക് പരിചിതമായ ഒരു പ്രസ്താവനയാണ്.
ഉദാഹരണത്തിന് ക്രൂശിലെ കള്ളന്മാരിൽ മാനസാന്തരപ്പെട്ടവൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: നീ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ. അവന്റെ പൗരന്മാര് അവനെ പകച്ച് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. അതിന്റെ തെളിവായിരുന്നു അവർ സുവിശേഷം വിശ്വസിക്കാതെ ഇരുന്നത്. നാം ഓർക്കണം, ഇന്നും സുവിശേഷം വിശ്വസിക്കാതെ ഇരിക്കുന്നവർ യേശുക്രിസ്തുവിന്റെ രാജത്വത്തെ അംഗീകരിക്കാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അവൻ രാജത്വം പ്രാപിച്ചു മടങ്ങി വന്നപ്പോൾ താൻ എന്തു ചെയ്തു എന്ന് 27-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ താങ്കൾക്ക് രാജാവായിരിക്കുന്ന സമ്മതം ഇല്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വച്ച് കൊന്നുകളവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തെ അംഗീകരിക്കാത്തവർ, തനിക്ക് വിധേയപ്പെട്ട് ജീവിക്കാത്തവർ, തന്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ജീവിക്കാത്തവർ തന്റെ രാജ്യത്വത്തെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അവൻ രാജാവായിരിക്കും ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള യഹൂദന്മാരുടെ ന്യായവിധിയാണ് ഈ ലൂക്കോസിന്റെ സുവിശേഷം 19 പറഞ്ഞിരിക്കുന്നത്. അതിന് സമാനമായ ഒരു ന്യായവിധി ഈ ലോകത്തിനുണ്ടാകുമെന്നാണ് അത് നൽകുന്ന മുന്നറിയിപ്പ്. എങ്കിലും ലൂക്കോസ് 19 പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക്കലി യഹൂദന്മാരുടെ ന്യായവിധിയാണ്. ഇതിനുശേഷം വെളിപ്പാട് 2-ാം അധ്യായം 26-27 യേശു സ്വയം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കാം. എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. എൻ്റെ പിതാവ് എനിക്ക് ജാതികളുടെ മേൽ അധികാരം തന്നു കഴിഞ്ഞു എന്നാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ കർത്താവ് തുറന്ന് പറയുന്നത്. അത് ഏത് അധികാരമാണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തുടർന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും, അവർ കുശവന്റെ പാത്രം പോലെ നുറുങ്ങിപ്പോകും. ആകയാൽ അത് ന്യായവിധിയാണ്, അത് ശിക്ഷയാണ്. തനിക്ക് വിധേയപ്പെടാത്തവർ, തൻ്റെ രാജ്യത്വത്തെ അംഗീകരിക്കാത്തവരോ അവരെ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ രാജ്യത്വത്തെ അംഗീകരിക്കാത്തവരെ ശിക്ഷിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആകയാൽ അത് സങ്കീർത്തനം 2-8-9 വാക്യങ്ങളിൽ വാഗ്ദാനം ചെയ്ത അതേ രാജാധികാരമാണ് എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സിംബോളിസം, ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ആ രാജ്യത്വം യേശുക്രിസ്തുവിന് ഇതിനകം ലഭിച്ചു കഴിഞ്ഞു എന്നാണ് കർത്താവ് സ്വയം ആ വാക്യങ്ങളിലൂടെ പറയുന്നത് എന്നത് യേശുക്രിസ്തുവിന് രാജ്യത്വം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇരിക്കരുത്. അടുത്തതായി മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്ന വരവ് അവർ എങ്ങനെ കാണുമായിരുന്നു, ഏത് വിധത്തിൽ കാണുമായിരുന്നു എന്ന് നോക്കാം. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നത് യഹൂദന്മാരുടെ രാജാവായിട്ടാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നാണല്ലോ വിദ്വാൻമാര് മൂവരും ചോദിച്ചത്. എന്നാൽ താൻ യഹൂദന്മാർക്ക് രാജാവായിരിക്കുന്നത് ബഹുഭൂരിപക്ഷത്തിനും സമ്മതമല്ലായിരുന്നു. കാരണം ബഹുഭൂരിപക്ഷവും സാക്ഷാൽ യഹൂദന്മാർ അല്ലായിരുന്നു. പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന എന്നാണ് അപ്പസ്തലനായ പൗലോസ് റോമർ 2-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ പഠിപ്പിച്ചിരിക്കുന്നത്. അകമേ യഹൂദനായവർ അഥവാ സാക്ഷാൽ യഹൂദരായവർ യേശുവിനെ അവരുടെ രാജാവായി അംഗീകരിച്ചു. എന്നാൽ അങ്ങനെ അല്ലാത്തവരായിരുന്നു ബഹുഭൂരിപക്ഷവും. അവർ അവനെ അവരുടെ രാജാവായി അംഗീകരിച്ചില്ല. അവർ അവനെ തള്ളിക്കളഞ്ഞ് ക്രൂശിച്ചു. ആകയാൽ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ അവിടുന്ന് അവരോട് എന്ത് ചെയ്യുമായിരുന്നു? കർത്താവിൻ്റെ തന്നെ വാക്കുകൾ ശ്രദ്ധിക്കാം. അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിക്കുമായിരുന്നു. ലൂക്കോസ് 19:27. ഇങ്ങനെ താൻ യഹൂദന്മാരോട് പ്രതികാരം ചെയ്യുവാൻ വരുന്നത് അവർ കാണും, അഥവാ തൻ്റെ പ്രതികാരം അവർ അനുഭവിക്കേണ്ടി വരും എന്നാണ് മത്തായി 26:64 താൻ പ്രവചിച്ച് പറഞ്ഞത്. കണ്ടു എന്ന് പറയുവാൻ വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന വ്യക്തിയെ കാണണമെന്നൊന്നും ഇല്ല. പ്രവൃത്തികളിലൂടെ കണ്ടാൽ മാത്രം മതി എന്ന് കർത്താവിൻ്റെ തന്നെ വാക്കുകൾ പറയുന്നുണ്ട്. ഉദാഹരണം യോഹന്നാൻ 15:24. മറ്റാരും തന്നെ ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ
ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കണ്ടും വെറുത്തുമിരിക്കുന്നു. ഏത് നിലയിലാണ് അവർ ദൈവപുത്രനെ കണ്ടത് എന്ന് ചോദിച്ചാൽ നേരിട്ട് കണ്ടു, കണ്ണുകളാൽ കണ്ടു, കാഴ്ചയിൽ കണ്ടു. എന്നാൽ ഏത് നിലയിലാണ് അവർ പിതാവിനെ കണ്ടത് എന്ന് ചോദിച്ചാൽ ദൈവപുത്രനിലൂടെ പിതാവ് ചെയ്ത പ്രവൃത്തികളിലൂടെയാണ്. അതുപോലെ തന്നെ മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ താൻ നടത്തുന്ന ന്യായവിധികളിലൂടെ തൻ്റെ പ്രവൃത്തികളിലൂടെ തന്നെ കാണുമെന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. അതായത് അവിശ്വാസികളായ യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ ക്രിസ്തുവായി യഹൂദന്മാരുടെ രാജാവായി അംഗീകരിച്ചില്ല. അവർ അവനെ തള്ളിക്കളഞ്ഞ് ക്രൂശിച്ചു. ആകയാൽ ലൂക്കോസ് 19:27 അനുസരിച്ച് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ യേശു ക്രിസ്തു വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിക്കുമായിരുന്നു. ഇങ്ങനെ താൻ യഹൂദന്മാരോട് പ്രതികാരം ചെയ്യുവാൻ വരുന്നത് അവർ തൻ്റെ പ്രവൃത്തികളിലൂടെ കാണും, അഥവാ അവർ തൻ്റെ പ്രതികാരം അനുഭവിക്കേണ്ടി വരും എന്നാണ് മത്തായി 26:64 താൻ പ്രവചിച്ച് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കാണുമെന്ന് പറയുമ്പോൾ കർത്താവിനെ കേട്ടുകൊണ്ടിരുന്നവർ ആ വരവ് കാണും, കർത്താവിനെ കേട്ടുകൊണ്ടിരുന്നവർ ആ വരവ് കാണും എന്നാണ് അർത്ഥമാക്കിയത്. അതുകൊണ്ട് ആ സംഭവം ആ തലമുറയിൽ നിറവേറേണ്ടതായിരുന്നു, നിറവേറുകയും ചെയ്തു. AD 70 യഹൂദന്മാരുടെ മേൽ വന്ന ന്യായവിധി ഒരു ചരിത്ര സത്യമാണല്ലോ. ഇങ്ങനെ വെളിപ്പാട് 1-7 സമാന്തരമായ സുവിശേഷങ്ങളിലെ 4 വചനങ്ങളിൽ ഒന്ന് മത്തായി 26:64 ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞു. ഞാൻ ഇതിനകം ദാനിയേൽ 7:14 ബന്ധപ്പെടുത്തിയാണ് അതിനെ വിശദീകരിച്ചത്. മത്തായി 26:64 പറഞ്ഞിരിക്കുന്നു, വെളിപ്പാട് 1:7 പറഞ്ഞിരിക്കുന്നതും ഒരേ കാര്യമാണെന്നും ആ തലമുറയിൽ തന്നെ സംഭവിച്ചതാണെന്നും കാണിച്ചു തരികയുണ്ടായി. അടുത്ത 3 ഇനി പരിശോധിക്കാം. മത്തായി 24:30, മർക്കോസിന്റെ 13:26, ലൂക്കോസ് 21:27. ഇത് 3 ഒലീവ് മല പ്രഭാഷണത്തിന്റെ ഭാഗമായതാണ്. ഞാൻ മത്തായി 24:30 ആദ്യം വായിക്കാം. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മർക്കോസിൽ അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും എന്നുള്ള ആ ഭാഗമില്ല, ബാക്കിയുള്ളതോ അങ്ങനെ തന്നെയാ ലൂക്കോസിൽ. ഞാനൊന്ന് വായിക്കാം. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ലൂക്കോസ് 21:27. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നവർ കാണും. ഈ 3 വചനങ്ങളും കർത്താവിന്റെ ഒലീവ് മല പ്രഭാഷണത്തിന്റെ ഭാഗമാണ്, സമാന്തര വചനങ്ങളാണ്. ആകയാൽ വെവ്വേറെ വിശദീകരിക്കേണ്ട കാര്യമില്ല. എങ്കിലും മത്തായി 24:30 അതിന് വെളിപ്പാട് 1:7 ബന്ധം അധികം വ്യക്തമാണ്. കാരണം വെളിപ്പാട് 1:7 ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ മത്തായി 24:30 അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ വെളിപ്പാട് 1:7 പറഞ്ഞിരിക്കുന്നതും മത്തായി 24:30 പറഞ്ഞിരിക്കുന്നതും ഒരേ കാര്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മത്തായി 24:30 അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും എന്ന് പറഞ്ഞ ശേഷം 34 വാക്യത്തിൽ കർത്താവ് പറയുന്നത് ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്നാണ്. മർക്കോസ് 13 ലൂക്കോസ് 21 അങ്ങനെ തന്നെ നാം വായിക്കുന്നു. അതുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും എന്ന് പ്രവചിച്ചു പറഞ്ഞിരിക്കുന്ന സംഭവം കർത്താവിന്റെ മുമ്പാകെ ജീവിച്ചിരുന്ന ആ മനുഷ്യരുടെ തലമുറയിൽ, തൻ്റെ ശിഷ്യന്മാരുടെ തലമുറയിൽ നിറവേറേണ്ട കാര്യമായിരുന്നു. നിറവേറുകയും ചെയ്തു. കർത്താവല്ലേ പറഞ്ഞത് ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന്. നാം എങ്ങനെ അതിനെ വളച്ചൊടിച്ച്
അത് കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയത്തുള്ള തലമുറയാണെന്ന് പറയും. അതിന് ഭാഷയുടെ വ്യാകരണം ഒരിക്കലും നമ്മെ അനുവദിക്കുകയില്ല. അതുകൊണ്ട് എന്താണ് ആ വരവ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. നോക്കുക, ആരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ തലമുറ? ഞാനത് ചുരുക്കത്തിൽ പറയാം. താഴെ പറയുന്ന ഈ തലമുറ എന്ന പ്രയോഗമുള്ള വചനങ്ങളെ പരിശോധിച്ച് ഏതാണ് കർത്താവ് പറഞ്ഞ ഈ തലമുറ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാലും മതി. വചനം 1, മത്തായി 11:16. അതിൽ കർത്താവ് ഈ തലമുറയെ ഏതിനോട് ഉപമിക്കേണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ തലമുറ എന്ന് കർത്താവ് പറയുന്ന തലമുറ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയത്തുള്ള തലമുറയാണോ, അതോ കർത്താവിൻ്റെ മുമ്പാകെ അന്നേരം ജീവിച്ചിരുന്ന ആ തലമുറയാണോ? സത്യസന്ധമായി ആത്മവഞ്ചന നടത്താതെ പറഞ്ഞിട്ട്. വചനം 2, മത്തായി 12:41. അതിൽ കർത്താവ് നീനെവെക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെയും ഈ തലമുറ എന്ന് കർത്താവ് പറയുന്ന തലമുറ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയത്തുള്ള തലമുറയാണോ? അല്ല. അന്നേരം കർത്താവ് സുവിശേഷം അറിയിച്ച, കാതിൽ കേട്ട ആ തലമുറയാണ്. അവരെ അവിശ്വസിച്ചത് കൊണ്ടാണ് കർത്താവ് ഇങ്ങനെയുള്ള വാക്കുകൾ അവരോട് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. മത്തായി 24. ഇനി 3-ാമത്തെ വചനം 12:42. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. വീണ്ടും ചോദിക്കട്ടെ, ഇവിടെ ഈ തലമുറ എന്ന് കർത്താവ് പറയുന്ന തലമുറ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയത്ത് ഉണ്ടായിരിക്കുവാൻ പോകുന്ന തലമുറയാണോ? ഒരിക്കലും അല്ല. കർത്താവ് അവിടെ വചനം സംസാരിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ മാത്രമല്ല അനവധി അത്ഭുതങ്ങളൊക്കെ ചെയ്ത് കണ്ട ആ തലമുറ കർത്താവിനെ തള്ളിക്കളഞ്ഞ് അവിശ്വസിച്ച തലമുറയാണ് ഈ തലമുറ എന്ന് പറയുന്നത്. വചനം 4, മത്തായി 12:45. അതിൽ കർത്താവ് ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ ദുഷ്ടതലമുറ എന്ന് കർത്താവ് പറയുന്ന തലമുറ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയത്ത് ഉണ്ടായിരിക്കാൻ പോകുന്ന തലമുറയാണോ? ഒരിക്കലും അല്ല. കർത്താവിൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്ന ആ തലമുറയാണ്. ഇനി വചനം 5, മത്തായി 23:36. അതിൽ കർത്താവ് ഇതൊക്കെയും ഈ തലമുറമേൽ വരും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് വരുവാനുള്ള ന്യായവിധിയാണ്. കർത്താവിൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്ന, തന്നെ അവിശ്വസിച്ച, തന്നെ തള്ളിക്കളഞ്ഞ ആ തലമുറയാണ് അവരുടെ മേൽ വരുന്ന ന്യായവിധിയെക്കുറിച്ചാണ് പറഞ്ഞത്. അനുബന്ധ സംഭാഷണത്തിൽ മത്തായി 24:30 പറഞ്ഞിരിക്കുന്ന ഈ തലമുറ എങ്ങനെ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയത്ത് ഉണ്ടായിരിക്കുവാൻ പോകുന്ന തലമുറയാകും? സാധ്യമല്ല. ആകയാൽ വെളിപ്പാട് 1:7 മേഘാരൂഢനായുള്ള വരവ് ആ തലമുറയിലെ ന്യായവിധിക്കായിട്ടുള്ള വരവ് തന്നെയാണ്. സുവിശേഷങ്ങളിലെ 4 പ്രവചനങ്ങളും വെളിപ്പാട് 1:7 ഒരേ സംഭവമാണ്, നടന്നു കഴിഞ്ഞ കാര്യമാണ്. അത് കർത്താവിൻ്റെ രണ്ടാം വരവല്ല. രണ്ടാം വരവ് സംഭവിക്കുവാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ആ രണ്ടാം വരവ് നമ്മുടെ പ്രത്യാശാ വിഷയമാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.